പഠനം ഉപേക്ഷിച്ചാൽ കോടീശ്വരനാകുമോ? നിങ്ങൾ അറിയാത്ത കോടീശ്വരന്മാരായ ഡ്രോപ്പ് ഔട്ടുകളുടെ സത്യം. ബിൽ ഗേറ്റ്സും മാർക്ക് സക്കർബർഗും പഠിപ്പ് പാതിവഴിയിൽ നിർത്തി കോടീശ്വരന്മാരായി എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരോട് ആരും പറയാത്ത ഒരു കാര്യമുണ്ട്. കോളേജ് ഡ്രോപ്പ് ഔട്ടായ ഈ കോടീശ്വരന്മാരുടെ മാതാപിതാക്കൾ പണവും സ്വാധീനവും അധികാരവും ഉള്ളവരായിരുന്നു. ഈ വീഡിയോ വിജയിച്ചവരെ വെറുക്കാനല്ല, മറിച്ച് അവരും മാധ്യമങ്ങളും നിങ്ങളോട് പറയാൻ മടിക്കുന്ന യഥാർത്ഥ ചിത്രം കാണിച്ചു തരാനാണ്. ഹാഫ് ട്രൂത്ത് അല്ലെങ്കിൽ പകുതി മാത്രം പറയുന്ന തട്ടിപ്പ്. പഠിത്തം ഉപേക്ഷിച്ചു കോടീശ്വരനാകാം എന്ന സ്വപ്നം നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇത് കേൾക്കാൻ നല്ല രസമാണ്, പ്രചോദനമാണ്. പക്ഷേ അത് പൂർണ്ണമായ സത്യമല്ല. അവർ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് പറയാതെ വിടുമ്പോൾ എല്ലാവർക്കും ഒരേ അവസരമാണ് ഉള്ളതെന്ന ഒരു തെറ്റിദ്ധാരണയുണ്ടാവുന്നു. ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്ന അപകടം. അതിനു മുൻപ് പ്രശസ്തരായ ഡ്രോപ്പ് ഔട്ടുകളുടെ യഥാർത്ഥ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചു നോക്കാം. ശതകോടീശ്വരനായ ബിൽ ഗേറ്റ്സ്, അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പ്രമുഖനായ അഭിഭാഷകനും അമ്മ IBM കമ്പനിയുടെ ബോർഡംഗവുമായിരുന്നു. 1970കളിൽ തന്നെ സ്വന്തമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അക്കാലത്ത് അതൊരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അടുത്തത് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗ്. അച്ഛൻ ഒരു ദന്തഡോക്ടറും അമ്മ ഒരു മനോരോഗ വിദഗ്ധയുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കോഡിംഗ് പഠിക്കാൻ അദ്ദേഹത്തിന് പ്രൈവറ്റ് ട്യൂട്ടർമാർ ഉണ്ടായിരുന്നു. ലിസ്റ്റിലെ അടുത്ത ആളുടെ നോക്കാം. ആപ്പിളിന്റെ സ്വന്തം സ്റ്റീവ് ജോബ്സ്. അദ്ദേഹം ദത്തെടുക്കപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലാണ് വളർന്നതെങ്കിലും ടെക് ലോകത്തിന്റെ തലസ്ഥാനമായ സിലിക്കൺ വാലിയിലായിരുന്നു അത്. അവസരങ്ങൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. ഇനി ഇലോൺ മസ്കിന്റെ നോക്കാം. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ജനിച്ചത്. മസ്കിന്റെ അച്ഛന് സ്വന്തമായി ഒരു മരതക ഖനി, എമറൽഡ് മൈൻ ഉണ്ടായിരുന്നു. ഒരാളുടെ കൂടെ പറയാം, കൈലി ജെന്നർ സ്വന്തം പ്രയത്നം കൊണ്ട് കോടീശ്വരിയായി എന്ന് പറയപ്പെടുന്നു. എന്നാൽ ജനിച്ചത് തന്നെ ഒരു വലിയ മീഡിയ സാമ്രാജ്യത്തിലാണ്. ഇനിയും ഉദാഹരണത്തിലേക്കു കടക്കുന്നില്ല. ഇത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരോട് മനഃപൂർവ്വം പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനൊരു കാരണമുണ്ട്. മോട്ടിവേഷണൽ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. അതായത് മോട്ടിവേഷൻ പുസ്തകങ്ങളും കോഴ്സുകളും പ്രസംഗങ്ങളും വിൽക്കാൻ ഈ കഥകൾ ആവശ്യമാണ്. കണക്കുകൾ നോക്കിയാൽ മോട്ടിവേഷണൽ സ്പീക്കിംഗ് മേഖല അതിവേഗം വളരുകയാണ്. 2020-ൽ $1.9 ബില്യൺ വിപണി മൂല്യമുണ്ടായിരുന്ന ഈ മേഖല 2025 ആകുമ്പോഴേക്കും $2.5 ബില്യൺ ആയി വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മികച്ച മോട്ടിവേഷണൽ സ്പീക്കർമാർക്ക് ഓരോ പരിപാടിക്കും $50,000 വരുമാനം ലഭിക്കുന്നുണ്ട്. അമേരിക്കയിലെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വിപണി മാത്രം $13.4 ബില്യൺ. ഇന്ത്യയിലും മറിച്ചല്ല കാര്യങ്ങൾ. അവർക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കുമെന്ന് പറഞ്ഞാണ് പലതും വിൽക്കുന്നത്. ഇത് പ്രതീക്ഷയിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു കച്ചവടമാണ്. പണവും പദവിയും നൽകുന്ന ആനുകൂല്യങ്ങളെ ഇത് സൗകര്യപൂർവ്വം മറച്ചുവെക്കുന്നു. പകരം പഠനം അനിവാര്യമല്ല, വെറുതെ ബിസിനസ് തുടങ്ങിയാൽ സമ്പന്നനാകാം എന്ന ഒരു മിഥ്യധാരണ ഉണ്ടാക്കി അവർ കച്ചവടം ചെയ്യുന്നു. നമുക്ക് ചുറ്റും ഒന്ന് നോക്കിയാൽ തന്നെ കാണാം, കോളേജ് പഠനം ഉപേക്ഷിക്കുന്ന ഭൂരിഭാഗം പേരും വിജയിക്കാറില്ല. സാമ്പത്തിക പിന്തുണയോ വലിയ ബന്ധങ്ങളോ ഒരു സുരക്ഷാ വലയമോ ഇല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണക്കുകൾ പ്രകാരം പഠനം നിർത്തിയവർക്ക് കോളേജ് ബിരുദധാരികളെക്കാൾ 35% വരുമാനം കുറവാണ്. ഇവിടെയാണ് നമ്മൾ സർവൈവർഷിപ്പ് ബയസ് എന്ന കെണിയെപ്പറ്റി മനസ്സിലാക്കേണ്ടത്. വിജയിച്ച ഒരാളെ മാത്രം നമ്മൾ കാണുന്നു, എന്നാൽ ഇതേ പാതയിൽ പരാജയപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കാണുന്നില്ല. അവരുടെ കഥകൾ ആരും ആഘോഷിക്കുന്നില്ല. പണക്കാരുടെ മക്കൾ തോറ്റാലും അവർക്ക് തിരിച്ചുപോകാൻ സുരക്ഷിതമായ ഒരു ജീവിതമുണ്ട്. എന്നാൽ ഒരു സാധാരണക്കാരന് ആ പരാജയം ഒരു വലിയ കടക്കെണിയായിരിക്കും സമ്മാനിക്കുക. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ ഇല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ ജോലിയെ മണി ആൻഡ് സ്കിൽ ഉണ്ടാക്കാനായി ഉപയോഗിക്കുക. പടിപടിയായി നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. ചെറിയ സൈഡ് ബിസിനസ്സുകൾ തുടങ്ങുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പണം നിക്ഷേപിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാൻ കഴിയും. ഇനി നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ സ്കിൽ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ അതിനു വേണ്ടത് ഒരു സ്വപ്നം മാത്രമല്ല, വ്യക്തമായ ഒരു പദ്ധതിയാണ്. വിജയം ഒരിക്കലും അസാധ്യമായ ഒന്നല്ല, പക്ഷേ മത്സരം നടക്കുന്നത് ഒരേപോലെയുള്ള ഒരു ഗ്രൗണ്ടിലല്ല. അങ്ങനെയാണെന്ന് ചിന്തിച്ചു മുന്നോട്ടു പോകുന്നത് ആളുകളെ പരാജയത്തിലേക്ക് തള്ളിവിടാനേ ഉപകരിക്കൂ. നമുക്ക് കെട്ടുകഥകളിൽ വിശ്വസിക്കുന്നത് നിർത്തി ബുദ്ധിപരമായി നമ്മുടെ വിജയങ്ങൾ കെട്ടിപ്പടുക്കാൻ തുടങ്ങാം. ഇതുപോലെയുള്ള വ്യത്യസ്തമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.